Accounting for liquidation of companies in the fourth session. നമ്മൾ statement of affairs കഴിഞ്ഞ സെഷനിൽ പഠിച്ചു. Statement of affairs was prepared by company which is to be submitted to the liquidator. ആ statement of affairs-ൽ കമ്പനിയുടെ അസറ്റ്സും കമ്പനിയുടെ ലയബിലിറ്റീസും പ്രസന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അതിൽ ഡെഫിഷ്യൻസി ആണോ അല്ലെങ്കിൽ സർപ്ലസ് ആണോ എന്നൊരു റിസൾട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് ആസ് പെർ ലിസ്റ്റ് എച്ച് അല്ലേ. സോ എച്ച് പ്രകാരം ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഡെഫിഷ്യൻസി ആയിരിക്കാം, സർപ്ലസ് ആയിരിക്കാം. എങ്ങനെയാണ്, ഏതൊക്കെ ഐറ്റംസ് കൊണ്ടാണ് ഈ ഡെഫിഷ്യൻസി ആ കമ്പനിക്ക് വരാൻ ഇടയാക്കിയത് അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടാക്കാൻ ഇടയാക്കിയത്, അത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് പ്രസന്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഡെഫിഷ്യൻസി അക്കൗണ്ട് ഓർ സർപ്ലസ് അക്കൗണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ നമുക്ക് സർപ്ലസ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ സർപ്ലസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും ആസ് പെർ ലിസ്റ്റ് എച്ച്. ഡെഫിഷ്യൻസി ആണെങ്കിൽ ഡെഫിഷ്യൻസി അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് എച്ച് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ 2 parts. ഫസ്റ്റ് പാർട്ട് starts with deficit. ഡെഫിസിറ്റിലാണ് ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഐറ്റംസ് ദാറ്റ് ഇൻക്രീസസ് ഡെഫിഷ്യൻസി ഓർ റെഡ്യൂസസ് സർപ്ലസ്. സർപ്ലസ് കുറയ്ക്കാൻ ഇടയാക്കിയ ഐറ്റംസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കൂട്ടാൻ ഇടയാക്കിയ ഐറ്റംസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ടിൽ ദ ഐറ്റംസ് ദാറ്റ് ഇൻക്രീസസ് സർപ്ലസ് ഓർ റെഡ്യൂസസ് ഡെഫിഷ്യൻസി. ഇങ്ങനെ 2 പാർട്ടാണ് ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ ഉള്ളത്. നമുക്ക് നേരെ അക്കൗണ്ടിലേക്ക് പോവാം. ഡെഫിഷ്യൻസി അക്കൗണ്ട് ഓർ സർപ്ലസ് അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് എച്ച് ഫോം നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ 2 പാർട്ടാണ് പ്രധാനപ്പെട്ടത്. ദ ഫസ്റ്റ് പാർട്ട് ഇസ് ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസി ഓർ റെഡ്യൂസിങ് സർപ്ലസ്. അതിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ഡെഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ, ഡെഫിഷ്യൻസിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സർപ്ലസിനെ റെഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി ഓവർ അസറ്റ്സ്. അസറ്റിനേക്കാൾ കൂടുതൽ ലയബിലിറ്റിയോ ക്യാപിറ്റലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും ഡെഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കും അല്ലെങ്കിൽ സർപ്ലസിനെ റെഡ്യൂസ് ചെയ്യിക്കും. രണ്ടാമത്, കമ്പനി എന്തെങ്കിലും ഡിവിഡൻഡ്, നെറ്റ് ഡിവിഡൻഡ് ഓർ ബോണസ് ഡിക്ലെയർഡ് ബൈ ദ കമ്പനി ഡ്യൂറിംഗ് എ പെർട്ടിക്കുലർ ഇയർ ഡെഫിനറ്റ്ലി increases the deficiency or reduces the surplus. Third one, net trading losses or trading losses. Fourth item, losses other than trading losses, written off or other provisions. ഇതെല്ലാം ഡെഫിഷ്യൻസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ സർപ്ലസിനെ കുറയ്ക്കും എന്നുള്ളതാണ്. ഇനി മറ്റേതെങ്കിലും ഐറ്റംസ്, ദ അതർ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസി ഓർ റെഡ്യൂസിങ് സർപ്ലസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആറാമതായിട്ട് എഴുതി നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്യുന്നു. ദ ഫസ്റ്റ് പാർട്ടാണ്. ആ ടോട്ടൽ എമൗണ്ട് നമ്മൾ സിംഗിൾ ലൈൻ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. Then second part is items reducing deficiency or contributing to surplus. Surplus ne കൂട്ടാൻ നമ്മൾ റിസർവോ പ്രോഫിറ്റ്സ് ഒക്കെ നമ്മൾ സർപ്ലസ് കൂട്ടും. or items നോക്കാം. ഫസ്റ്റ് വൺ, excess of asset over capital and liability. ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റിനെ കൂടുതൽ അസറ്റ് ഉണ്ടെങ്കിൽ ഡെഫിഷ്യൻസിനെ കുറയ്ക്കും. നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഡെഫിഷ്യൻസിനെ കുറയ്ക്കും അല്ലെങ്കിൽ സർപ്ലസ് കൂട്ടും. then profits and income other than trading profit. മറ്റേതെങ്കിലും പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഡെഫിനറ്റ്ലി ഡെഫിഷ്യൻസിനെ കുറയ്ക്കും അല്ലേ. ഇനി അതർ ഐറ്റംസ് റെഡ്യൂസിങ്, അതാണ് ഇപ്പോൾ പറഞ്ഞത്, അതർ ഐറ്റംസ് റെഡ്യൂസിങ് ദ ഡെഫിഷ്യൻസി ഓർ കോൺട്രിബ്യൂട്ടിംഗ് ടു സർപ്ലസ്. സോ അതും ടോട്ടൽ ചെയ്യുക. ഈ 2 ടോട്ടൽ എമൗണ്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കും ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സർപ്ലസ് എന്ന് പറഞ്ഞത്. ലയബിലിറ്റി ആണ് കൂടുതലെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടാണ് കൂടുതലെങ്കിൽ ഡെഫിഷ്യൻസി ആയിരിക്കും, സെക്കൻഡ് പാർട്ടാണ് കൂടുതലെങ്കിൽ സർപ്ലസ് ആയിരിക്കും. ഈ എമൗണ്ട് ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ആ സെയിം എമൗണ്ട് ആയിരിക്കും, രണ്ടും ടാലി ആയിരുന്നു എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ഡെഫിഷ്യൻസി അക്കൗണ്ട്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. Following information is extracted from the books of Lucky Limited as on 31st July 2019, on which date a winding up order was made. 31st July 2019 ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഓർഡറിന്റെ ഡേറ്റ് എപ്പോഴും നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാമിനാണല്ലോ അണ്ടർലൈൻ ചെയ്യുക ഡേറ്റ്. കാരണം 31st July 2019 വൈൻഡിങ് അപ്പ് ഓർഡർ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പലിശയൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ, ഒരു സോൾവെന്റ് കമ്പനി ആണെങ്കിൽ എന്നാണോ കൊടുക്കുന്നത്, 31st July ആയിരിക്കാം അല്ലെങ്കിൽ എന്നാണോ ആ ഒരു എമൗണ്ട് കൊടുക്കുന്നത് അതുവരെയുള്ള പലിശ കൊടുക്കണം എന്നാണ് ശരിക്കും കമ്പനീസ് ആക്ടിൽ പറയുന്നത്. കൂടാതെ ഇനിയിപ്പോൾ ഇൻസോൾവെന്റ് ആണെങ്കിൽ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് വരെയുള്ള പലിശയെങ്കിലും കൊടുക്കണം. അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഈ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഓരോ ഐറ്റംസ് നോക്കാം. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ഇ ആണല്ലേ, ഇയിൽ പോവാം. സാലറീസ് ഡ്യൂ ഫോർ 5 months. അത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ വരും, കാരണം സാലറി ആണ്. പക്ഷെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ പറഞ്ഞ ഒരു ക്രൈറ്റീരിയയിൽ 4 മാസം വരെ പ്രിഫറൻസ് കിട്ടും, 1 മാസം വരെ, ബാക്കിയുള്ള 1 മാസം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കും.
സോ 4 months വരെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സിയിലും 1 മാസത്തെ ശമ്പളം ലിസ്റ്റ് ഇയിൽ അതായത് അതർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിലും വരും. മാനേജിംഗ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ഡ്യൂ നമ്മൾ സിയിൽ വരില്ല, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് അല്ല. കാരണം അത് മാനേജിംഗ് ഡയറക്ടർ ആണ്. സൂപ്പർവൈസറി നേച്ചർ ഉള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ള ഒരു ആൾക്കും ഉള്ള റെമ്യൂണറേഷനും പ്രിഫറൻസ് കിട്ടില്ല. സോ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ബിൽസ് പേയബിൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഡെറ്റേഴ്സ് അസറ്റ് ആണ് അല്ലെ, ഡെറ്റേഴ്സ് അസറ്റ് ആണ്, ലിസ്റ്റ് എയിൽ വരും ആസ് പെർ ലിസ്റ്റ് എ വിച്ച് ഇസ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്. അതിൽ തന്നെ ഗുഡ് ഉണ്ട് 4,30,000, ഡൗട്ട്ഫുൾ ഉണ്ട് അല്ലെ, എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് 60,000. 1,30,000 rupees ഉണ്ട്, പക്ഷേ 62,000 മാത്രമേ എസ്റ്റിമേറ്റ് എടുക്കുന്നുള്ളൂ, റിയലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ 62,000 നമ്മൾ ലിസ്റ്റ് എയിൽ കാണിക്കാം. അതിൽ തന്നെ ബാഡ് ഉണ്ട്, കിട്ടേയില്ല, സോ നമ്മൾ അത് എടുക്കുന്നതേ ഇല്ല. ബിൽസ് റിസീവബിൾ ഗുഡ് വർത്ത് റുപ്പീസ്, അതിൽ തന്നെ ബിൽസ് റിസീവബിളിൽ ഗുഡ് ആയിട്ടുള്ള എമൗണ്ട് 10,000 ആണ്. 16,000 ഉണ്ട്, പക്ഷെ 10,000 ആണ്. സോ അതും ലിസ്റ്റ് എയിൽ വരും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇയിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വിച്ച് സെക്യൂർഡ് ഓൺ എ സെക്കൻഡ് ചാർജ് ഓൺ ഓൾ ദ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ലിസ്റ്റ് ഡിയിൽ എടുക്കുന്നത്. വിച്ച് ഈസ് സെക്യൂർഡ് ഓൺ എ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ഓൾ ദി അസറ്റ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ ഡീൽ എടുത്തത്, ആസ് പെർ ലിസ്റ്റ് ഡീൽ എടുത്തത്. ഇവിടെ നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിനെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിലാണ് എടുക്കുന്നത് ലിസ്റ്റ് ഇയിൽ. ദെൻ ലാൻഡ് ബ്രാക്കറ്റിൽ എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് 5 lakh. എന്തുകൊണ്ടാണ് ബി എന്ന് ഞാൻ പിന്നീട് പറയാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴാണ് മനസ്സിലാവുക എന്തുകൊണ്ടാണ്, സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അറിയുള്ളൂ. ദെൻ സ്റ്റോക്ക് എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് 5,80,000. സ്റ്റോക്ക് വേറെ ഒന്നും പ്ലഡ്ജ് ചെയ്തിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ, അതുകൊണ്ട് അത് എയിൽ വരും. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് എയിലാണ്. ക്യാഷ് ഇൻ ഹാൻഡ് എയിലാണ്. എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ടഡ്, എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ട് ആസ് പെർ ഇയിലാണ് വരിക, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ വരും. ദെൻ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർഗേജ് ഓൺ ലാൻഡ്. ഞാൻ പറഞ്ഞല്ലോ ലാൻഡ് ബി ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ, മുകളിൽ നോക്കി എസ്റ്റിമേറ്റഡ് ടു പ്രൊഡ്യൂസ് 5 lakh. ആ ബി എന്ന് പറയാൻ കാരണം ആ ലാൻഡ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ ഫസ്റ്റ് മോർഗേജ് ഓൺ ലാൻഡ് ഉണ്ട്. പാർട്ടി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് സെക്കൻഡ് മോർഗേജ് ഓൺ ലാൻഡ് ഉണ്ട്. സെക്കൻഡ് മോർഗേജും ലാൻഡിന്റെ മുകളിലുണ്ട്. അതുകൊണ്ടാണ് ലാൻഡ് ആസ് പെർ ലിസ്റ്റ് ബിയിൽ വരുന്നത്. ഈ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് നമ്മൾക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ലാൻഡ് റിയലൈസ് ചെയ്യുന്നു, ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും ടോട്ടൽ 4 ലക്ഷം ഉണ്ട്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് മോർഗേജ്, സെക്കൻഡ് പാർട്ടി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഓൺ സെക്കൻഡ് ഹോൾഡിംഗ് സെക്കൻഡ് മോർഗേജ് 2 lakh ഉണ്ട്. അപ്പൊ 6 lakh rupees ഉണ്ട് ശരിക്കും കടം, ലയബിലിറ്റി. പക്ഷെ ലാൻഡിന്റെ റിയലൈസബിൾ വാല്യൂ 5 lakh നമുക്ക് കിട്ടുന്നുള്ളൂ. അതായത് 6 ലക്ഷം കൊടുക്കാനുണ്ട്, 5 ലക്ഷമേ കിട്ടുന്നുള്ളൂ. സോ 1 ലക്ഷം രൂപ എന്താണ് നമുക്ക് തികയുന്നില്ല. ആ 1 lakh rupees നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ കാണിക്കണം എന്നുള്ളതാണ്. വീക്ക്ലി വേജസ് അൺപെയ്ഡ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ വരും ആസ് പെർ ലിസ്റ്റ് സി. ലയബിലിറ്റീസ് ഉണ്ട് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1925 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്, അതും സിയിൽ വരും. ഇൻകം ടാക്സ് ഡ്യൂ അതും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്, ആസ് പെർ ലിസ്റ്റ് സിയിൽ വരും. ഇതൊക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ് അല്ലേ. ആസ് പെർ ദ ലോ ആർക്കൊക്കെയാണ് പ്രിഫറൻസ് കിട്ടുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. ദെൻ 5 lakh 9% മോർഗേജ് ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100 each. Interest payable to 30th June and 31st December, paid to 30th June 2019. ഒരു ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഡിബെഞ്ചേഴ്സ് എവിടെ വരും, ലിസ്റ്റ് ഡിയിൽ വരും. പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കാണ്ട്. ഇൻട്രസ്റ്റ് സാധാരണ ഇവിടെ കൊടുക്കുന്നത് 30 ജൂണിനും 31 ഡിസംബർ ആ 2 ഡേറ്റിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ കൊടുത്തിരിക്കുന്നത് 30th ജൂണിനാണ്. ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കറിയാം, ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ ഫസ്റ്റ് സെന്റൻസിൽ കണ്ടോ 31st ജൂലൈ 2019 വൈൻഡിങ് അപ്പ് ഓർഡർ. ജൂണിലാണ് പക്ഷേ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുള്ളൂ. സോ 1 മാസത്തെ പലിശ കൊടുക്കാനുണ്ട്. സോ ദാറ്റ് ഇൻട്രസ്റ്റ് കൂടി നമ്മൾ പേ ചെയ്യണം. ദെൻ 20,000 10% പ്രിഫറൻസ് ഷെയർസ് ഏതിൽ വരും, ആസ് പെർ ലിസ്റ്റ് എഫ്. ഇക്വിറ്റി ഷെയർസ് ആസ് പെർ ലിസ്റ്റ് ജിയിലും വരും. ദെൻ ജനറൽ റിസർവ് സിൻസ് 31st December 2015. ജനറൽ റിസർവ് ഇതെന്തിനായിരിക്കും, നമ്മൾ ഡെഫിഷ്യൻസി അക്കൗണ്ട് പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ജനറൽ റിസർവ് എന്ന് പറയുന്നത് എവിടെ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ വരും. ഐറ്റംസ് ദാറ്റ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു സർപ്ലസ്. സർപ്ലസിനെ കൂട്ടുന്നു, ഡെഫിഷ്യൻസി കുറയ്ക്കുന്നു. അപ്പൊ ഈ ഐറ്റം ആ സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. In 2015, the company earned a profit of ₹4,50,000. പ്രോഫിറ്റ് ഏൺ ചെയ്തിരിക്കുന്നു. പ്രോഫിറ്റ് എന്താണ്, സർപ്ലസിനെ കൂട്ടുക അല്ലെങ്കിൽ ഡെഫിഷ്യൻസിനെ കുറയ്ക്കും. നമ്മുടെ ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ സെക്കൻഡ് പാർട്ടിൽ വരും.
but thereafter it suffered trading losses totaling rupees 5,84,000. Trading loss and loss deficiency ne kootum surplus ne korrekkum. First partil കാണിക്കണം deficiency account ൽ deficiency ആണെങ്കിൽ ട്ടോ നമുക്ക് അറിയില്ല deficiency account ആണോ surplus account ആണോ first party കാണിക്കണം. The company also suffered a speculation loss of rupees 50,000. Speculation loss എന്ത് പറ്റും deficiency നെ കൂട്ടും അല്ലെങ്കിൽ surplus നെ കുറയ്ക്കും. So speculation loss 50,000 നമ്മൾ first party കാണിക്കണം. Excise authorities imposed a penalty of rupees 3,50,000 in 2017 for evasion of tax which was paid in 2018. Excise authority ഒരു penalty ഒക്കെ വന്ന് എന്ത് സംഭവിക്കും deficiency കൂടും അല്ലേ deficiency കൂടും അല്ലെങ്കിൽ surplus കുറയും first party കാണിക്കണം. From the foregoing information, prepare statement of affairs and deficiency account. Statement of affairs നമുക്ക് prepare ചെയ്യണം. Statement of affairs നമ്മൾ ഒരു problem ചെയ്തു വീണ്ടും ഒരു problem ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നത്. ഓക്കെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിലും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിലും ഒക്കെ വരുന്നുണ്ട്. സോ വർക്കിംഗ് നോട്ടിൽ നമുക്ക് അത് ആദ്യം ചെയ്യാം. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നും. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 3,50,000 ക്വസ്റ്റ്യനിലുണ്ട്. സാലറി 5 മാസത്തെ സാലറി ആണ് തന്നിരിക്കുന്നത്. പക്ഷെ അതിൽ 4 മാസമേ പ്രിഫറൻസ് കിട്ടുള്ളൂ. സോ ദാറ്റ് 4 months നമ്മൾ 4,000 4 monthsന്റെ 4,000 rupees നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സാലറീസ് കണ്ടോ സാലറീസ് 20,000 rupees ആണ് 5 മാസത്തേക്ക്. സോ 20,000 divided by 5 20,000 divided by 5 എത്രയാണ് സാലറീസ് ഡ്യൂ ഫോർ 5 months 20,000 divided by 5 അപ്പോൾ 1 മാസത്തെ നമുക്ക് കിട്ടും. എന്നിട്ട് അതിന് 4 മാസം കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം നമ്മൾ 4 മാസത്തെ പ്രിഫറൻസ് കൊടുക്കാം. ബാക്കിയുള്ള 1 മാസത്തത് നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ 4 മാസം പ്രിഫറൻസ് ആണ്. 1 മാസത്തെ മാത്രം നമ്മൾ ഇവിടെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ വരും. അതായത് 20,000 divided by 5 എന്ന് പറയുമ്പോൾ 1 മാസം 4,000 രൂപയാണ് ശമ്പളം. ആ 4,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ കാണിക്കുന്നു. ബാക്കിയുള്ള 16,000 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ ആഡ് ചെയ്യും. ഓക്കെ then managing directors remuneration unsecured creditors il varum bills payable bank overdraft liability on bill discounted. Then last one amount uncovered in respect of partly secured creditors. Partly secured creditors ഒരു 2 lakh rupees ഉണ്ട്. Partly secured creditors 2 lakh rupees ഉണ്ട്. പക്ഷേ അതിനെ ഫുള്ളി സെക്യൂർഡ് ആക്കി നമ്മളൊരു ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഫുള്ളി സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ട് 4 ലക്ഷം. അവർക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ലക്ഷം രൂപയെ ലാൻഡ് ഉള്ളൂ. കാരണം ലാൻഡിനാകെ 5 ലക്ഷം രൂപയെ നമ്മൾ റിയലൈസ് ചെയ്യുന്നുള്ളൂ. അതിൽ 4 ലക്ഷം നമ്മൾ സെക്യൂർഡ് ഫസ്റ്റ് മോർഗേജുകാർക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ലക്ഷമേ ഉള്ളൂ. അപ്പൊ ബാക്കി ഇനിയും 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സെക്യൂരിറ്റി ഇല്ല. സോ എമൗണ്ട് അൺകവേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ദാറ്റ് ഈസ് പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 2 lakh ആണ്. 1 lakh rupees നമുക്ക് തികയുന്നില്ല കൊടുക്കാൻ. കാരണം ലാൻഡിന് ആകെ 5 ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ. ദാറ്റ് 1 lakh rupees അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ കാണിച്ചു. ടോട്ടൽ 6,90,000. ദെൻ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് സാലറി 4 മാസത്തെ ശമ്പളം നമുക്ക് പ്രിഫറൻസ് കിട്ടും അല്ലേ. സോ 1 മാസം 4,000 രൂപയാണ്. 4,000 into 4 16,000 രൂപ സാലറീസ്. Weekly wages, liabilities under Workmen Compensation Act 1925, income tax due. ഇത്രയുമാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി. ഇതാണ് നമുക്ക് വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ഇത്തിരി ഡൗട്ട് വരാൻ കാരണം ഈ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് എമൗണ്ട് അൺകവേർഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിലെ ലാസ്റ്റ് ഐറ്റം എമൗണ്ട് അൺകവേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഒരു തവണയും കൂടി ഞാൻ പറയാം. നമ്മൾ ലാൻഡ് ആകെ റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് 5 ലക്ഷമേ ഉള്ളൂ. ഫസ്റ്റ് മോർഗേജിൽ നമുക്ക് 4 ലക്ഷം കൊടുക്കണം. പിന്നെ 1 ലക്ഷമേ ഉള്ളൂ. പക്ഷെ പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 2 lakh rupees ഉണ്ട്. അവർക്ക് ഇനിയും 1 ലക്ഷം കൊടുക്കാനുണ്ട്. സോ അൺസെക്യൂർഡ് ആണ്. ആ അൺസെക്യൂർഡ് പാർട്ട് ഇവിടെ വരും എന്നതാണ് കേട്ടോ. നമുക്ക് പ്രോബ്ലം നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31st July 2019. ആദ്യത്തെ പാർട്ട് എന്താണ്? അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് എ ആണ്. അതിൽ നമ്മൾ ഓരോന്നെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസ് ക്യാഷ് ഇൻ ഹാൻഡ്, ബിൽസ് റിസീവബിൾ, ട്രേഡ് ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് എല്ലാം റിയലൈസബിൾ വാല്യൂസ് മാത്രമേ എടുക്കാവൂ. റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് മാത്രം എടുത്തു. എല്ലാ എമൗണ്ടും എഴുതിയിട്ടുണ്ട്.
Then asset specifically pledged as per list B. ഇവിടെ specifically pledge ചെയ്തിരിക്കുന്ന land ആണ്. 4 amount column വരും inside. Estimated realizable value, due to secured creditors, deficiency rank as unsecured, surplus. ഇത്രയുമാണ്. ലാൻഡിന് റിയലൈസ് ചെയ്യുന്ന വാല്യൂ 5 lakh rupees ആണ്. ആ ലാൻഡ് 2 പേർക്ക് സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. ഫുള്ളി സെക്യൂർഡും പാർട്ട്ലി സെക്യൂർഡും ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ട്. 2 പേർ കൂടി ചേർന്ന് 6 ലക്ഷം രൂപയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഡെഫിഷ്യൻസി ഉണ്ട് 1 lakh. ഈ ഡെഫിഷ്യൻസി 1 lakh ആണ് നമ്മൾ എവിടെ എഴുതിയിരിക്കുന്നത്? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ ലാസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ സർപ്ലസ് ഇല്ലാത്തതുകൊണ്ട് റൈറ്റ് സൈഡ് എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ എടുത്ത് എഴുതുന്നില്ല എന്നുള്ളതാണ്. ദെൻ അതിന്റെ ടോട്ടൽ 11,66,000 വരും. ആ 11,66,000 ആർക്കാണ്? എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ് അവൈലബിൾ ഫോർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ആർക്ക് കൊടുക്കണം? നമുക്കിനി സിക്ക് കൊടുക്കണം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഡിക്ക് കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് ഇ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എഫിനും ജിക്കും ഒക്കെ കൊടുക്കും. അത് ലിക്വിഡേറ്ററാണ് കൊടുക്കാം. ദെൻ ഗ്രോസ് അസറ്റ്സിന്റെ, അതായത് കമ്പനിക്ക് മൊത്തത്തിൽ എത്ര അസറ്റ് ഉണ്ടെന്ന് ഒരു സമ്മറി കാണിക്കണം. ആദ്യം സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആണ് കാണിക്കുന്നത്. സ്പെസിഫിക്കലി പ്ലഡ്ജിൽ നോക്കിയ ഫസ്റ്റ് എമൗണ്ട് ആണ്, അതായത് ലാൻഡിന് 5 ലക്ഷം. എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ആസ് പെർ ലിസ്റ്റ് ബിയിലെ ഫസ്റ്റ് കോളം ടോട്ടൽ ആണത് 5 lakh. പിന്നെ അതേഴ്സ് ലിസ്റ്റ് എ ടോട്ടൽ. ലിസ്റ്റ് എ ടോട്ടൽ 11,66,000 ആണ്. ആഡ് ചെയ്യുമ്പോൾ 16,66,000 റുപ്പീസിന്റെ അസറ്റ് ആണ് കമ്പനിക്ക് ഉള്ളത്. അതിൽ 5 ലക്ഷം രൂപ നമുക്ക് സെക്യൂർഡ് ആണ്, ബാക്കിയുള്ളത് അൺസെക്യൂർഡ് ആണെന്നുള്ളത്. ഓക്കെ, ദെൻ ലയബിലിറ്റി സൈഡിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് എമൗണ്ട് കോളം ഉണ്ട്, റൈറ്റ് സൈഡ് എമൗണ്ട് കോളം. അല്ല, ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ, കാരണം അത് ഫുള്ളി സെക്യൂർഡ് ആണ്. ലയബിലിറ്റി ആണ്, പക്ഷെ അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഗ്രോസ് ലയബിലിറ്റി കോളത്തിൽ മാത്രമേ എഴുതുന്നുള്ളൂ. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് ബി ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് ക്ലെയിംസ് ആർ എസ്റ്റിമേറ്റഡ് ടു ബി കവേർഡ്. ഫുള്ളി സെക്യൂർഡ് ആയിട്ടുള്ള എത്ര എമൗണ്ട് ഉണ്ട്? 5 ലക്ഷം രൂപയല്ലേ ഫുള്ളി സെക്യൂർഡ്. അതായത് ആസ് പെർ ലിസ്റ്റ് ബി പ്രകാരം സെക്കൻഡ് കോളം മൈനസ് തേർഡ് കോളം. ആസ് പെർ ലിസ്റ്റ് ബി പ്രകാരം സെക്കൻഡ് കോളം മൈനസ് തേർഡ് കോളം. 6 lakh rupees ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്. 1 ലക്ഷം രൂപ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ 5 ലക്ഷം രൂപ ആകെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റി ആണ്. ആ 5 lakh ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ. അത് നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. കമ്പനിയിൽ നിന്ന് ഇപ്പോൾ ഉള്ള 11,66,000 രൂപയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഓൾറെഡി ലാൻഡിൽ വിറ്റ് കിട്ടുന്ന 5 ലക്ഷം രൂപ കൊടുത്താൽ മതി. സോ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് മാത്രം. ദെൻ അടുത്തത് സി. നമ്മൾ സി ആണ് ആദ്യം കൊടുക്കുന്നത്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി നമ്മൾ ഓൾറെഡി ടോട്ടൽ ചെയ്തിട്ടുണ്ട് 32,000. 2 സൈഡ് എമൗണ്ട് കോളത്തിൽ എഴുതണം. റൈറ്റ് സൈഡ് എഴുതുമ്പോൾ 32,000 നമ്മൾ എടുക്കണം. 11,66,000 അസറ്റ് ഉണ്ട്, അത് നമ്മൾ 32,000 എടുത്തു. ഇനി ബാക്കി നമുക്ക് 11,34,000. അത് ഇനി ആർക്കൊക്കെയാണ്? ഡിക്കും ഇക്കും ആണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എസ്റ്റിമേറ്റഡ് ബാലൻസ് ഓഫ് അസറ്റ് അവൈലബിൾ ഫോർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ദെൻ ലിസ്റ്റ് ഡി കൊടുക്കണം. അടുത്തത് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ 1 മാസത്തെ പലിശ കൊടുക്കാനുണ്ട് അല്ലേ. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ആസ് പെർ ലിസ്റ്റ് ഡി. ഡിബഞ്ചേഴ്സിന് നമ്മൾ 5 lakh rupees കൊടുക്കാനുണ്ട്. അതിൽ നമുക്ക് പലിശ കാൽക്കുലേറ്റ് ചെയ്യണം. 5 lakh into 9% into 1/12. 5 lakh into 9%, 9% പലിശ. 1 മാസത്തെ കൊടുക്കാനുള്ളൂ. 1/12. എമൗണ്ട് 3,750. അങ്ങനെ 5,03,750 രൂപ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ആസ് പെർ ഡി കൊടുക്കണം. നമ്മുടെ കയ്യിൽ 11,34,000 രൂപയുണ്ട്. നല്ലപോലെ എമൗണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. വീണ്ടും ബാക്കിയുണ്ട് 6,30,250 രൂപയുണ്ട്. ഇനി നമ്മൾ കൊടുക്കാനുള്ളത് ഇക്കാണ്, അല്ലെ, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ്. ഈ ഡിബഞ്ചേഴ്സിന്റെ എമൗണ്ട് ലെഫ്റ്റ് സൈഡ് എഴുതണം, ലയബിലിറ്റി ആണ്. ദെൻ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട് 6,90,000 rupees. ലെഫ്റ്റ് സൈഡ് 2 സൈഡും എഴുതണം. പക്ഷേ റൈറ്റ് സൈഡ് എഴുതുമ്പോൾ നമുക്ക് തികയുന്നില്ല. നമ്മുടെ കയ്യിൽ 6,30,250 രൂപയുള്ളൂ. അതായത് 59,750. 59,750 എന്താണ്? ഡെഫിഷ്യൻസി ആയി. സോ നമ്മൾ അവിടെ എഴുതും എസ്റ്റിമേറ്റഡ് ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് ക്രെഡിറ്റേഴ്സ് ബീയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ലയബിലിറ്റി ആൻഡ് ഗ്രോസ് അസറ്റ്സ്. നമുക്കിത് ഇപ്പോൾ 59,750 കിട്ടിയില്ലേ, അത് ശരിയാണോ? നമ്മൾ ഇതുവരെ ചെയ്തത് ശരിയാണോ എന്നറിയാൻ ഇവിടെ നമുക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? ഗ്രോസ് ലയബിലിറ്റി കോളം, ലെഫ്റ്റ് സൈഡുള്ള ഗ്രോസ് ലയബിലിറ്റി കോളം ടോട്ടൽ ചെയ്യണം. ഇവിടെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. എമൗണ്ട് 17,25,750 rupees കിട്ടി. നമ്മുടെ ഗ്രോസ് അസറ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് 16,66,000. ഇത് രണ്ടിന്റെ ഡിഫറൻസ് 59,750 കിട്ടണം.
അപ്പോൾ നമ്മൾ ശരിയായി 59,750 ആണ് നമ്മുടെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞത്. കാരണം ലയബിലിറ്റി 17,25,750 ഉണ്ട്, അസറ്റ് നമ്മുടെ കയ്യിൽ 16,66,000 രൂപയേ ഉള്ളൂ. അതായത് 59,750 രൂപ ഡെഫിഷ്യൻസിയാണ്. പക്ഷെ നമുക്ക് ഇനിയും കമ്പനിക്ക് ഇനിയും വേറെ ലയബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ കോൺട്രിബ്യൂട്ടറീസ് ആയ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 2 lakh rupees ആസ് പെർ ലിസ്റ്റ് എഫ് കൊടുക്കാനുണ്ട്, വീണ്ടും ഡെഫിഷ്യൻസി കൂടും. ഇക്വിറ്റി ഷെയർസ് ആസ് പെർ ലിസ്റ്റ് ജി കൊടുക്കാനുണ്ട് 5 lakh. അങ്ങനെ മൊത്തം ഇപ്പോൾ ഡെഫിഷ്യൻസി 7,59,750 രൂപയായി എന്നുള്ളതാണ്. ഇനി നമുക്കൊരു ഡെഫിഷ്യൻസി അക്കൗണ്ട്, ഡെഫിഷ്യൻസി ആണല്ലോ നമ്മുടെ ആസ് പെർ ലിസ്റ്റ് എച്ച് കിട്ടിയിരിക്കുന്നത്. സോ ഈ ഡെഫിഷ്യൻസി അക്കൗണ്ട് നമ്മൾ പ്രത്യേകം പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് കമ്പനിക്ക് ഇത്രയും വലിയൊരു ഡെഫിഷ്യൻസി വരാൻ ഇടയാക്കിയ ഐറ്റംസ് ഒന്ന് പ്രത്യേകം കാണണം. അതിനാണ് നമ്മൾ ഡെഫിഷ്യൻസി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഡെഫിഷ്യൻസി അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് എച്ച്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഡെഫിഷ്യൻസിയാണ് കിട്ടിയത്. സോ നമ്മുടെ അക്കൗണ്ടിന്റെ പേര് ഡെഫിഷ്യൻസി അക്കൗണ്ട് ആസ് പെർ ലിസ്റ്റ് എച്ച് ആണ്. അതിൽ ഫസ്റ്റ് പാർട്ട് എ പാർട്ട് items contributing to deficiency or reducing surplus. Items contributing to deficiency. അതിൽ ഓരോ ഐറ്റം അതേ ഹെഡ്സ് തന്നെയാണ്. എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എമൗണ്ട് ഇല്ല. നെറ്റ് ഡിവിഡൻഡ് ആൻഡ് ബോണസ് ഡിക്ലെയർഡ്, അതിനും എമൗണ്ട് ഇല്ല. നെറ്റ് ട്രേഡിംഗ് ലോസസ് ആഫ്റ്റർ ചാർജിങ് ഡിപ്രിസിയേഷൻ, ടാക്സേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എക്സെട്ര. ചില ഐറ്റംസ് ഉണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഒരു ലോസ് ഉണ്ട് അല്ലേ, ഒരു ലോസിന്റെ കാര്യം പറയുന്നുണ്ട്. നെറ്റ് ട്രേഡിംഗ് ലോസ് ദാറ്റ് ഇസ് 5,84,000. കൂടാതെ നമ്മൾ ഇൻട്രസ്റ്റ്, ഒരു മാസത്തെ ഇൻട്രസ്റ്റ് എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു മാസത്തെ അല്ലേ, 3,750. അതുകൂടെ ചേർത്ത് 5,87,750. കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സും ക്വസ്റ്റിൽ തന്നിട്ടുള്ള നെറ്റ് ട്രേഡിംഗ് ലോസും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5,87,750. Then losses other than trading losses. നമുക്ക് ചില losses other than trading losses ഉണ്ട്. ഒന്ന് സ്പെക്കുലേഷൻ ലോസ് ആണ് 50,000. പിന്നെ എക്സൈസ് അതോറിറ്റി ഇമ്പോസ് ചെയ്തിട്ടുള്ള പെനാൽറ്റി 3,50,000. ടോട്ടൽ 4 lakh. Then estimated losses not written off, write off അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ബിൽസ് റിസീവബിൾ നമുക്ക് നോക്കാം. ബിൽസ് റിസീവബിൾ 16,000 റുപ്പീസിന്റെ ബിൽസ് റിസീവബിൾ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ റിയലൈസ് ചെയ്ത് എത്രയേ ഉള്ളൂ, 10,000. സോ 6,000 റുപ്പീസ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ്, ആ 6,000 നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കാണിക്കേണ്ടത്. നോക്കിക്കോ, fifth point number 5, estimated losses now written off or for which provision has been made for the purpose of preparing the statement. First one, bills receivable ഒരു 6,000 രൂപ നമുക്ക് കിട്ടിയില്ല. ഡെറ്റേഴ്സിൽ ബാഡ് ഉണ്ട്, പിന്നെ ഡൗട്ട്ഫുള്ളി തന്നെ കുറച്ച് എമൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ ടോട്ടൽ 1,56,000 റുപ്പീസ് ആണ്. സ്റ്റോക്ക് 2,40,000 റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ട്. കണ്ടിൻജന്റ് ലയബിലിറ്റി ഓഫ് ബിൽ ഡിസ്കൗണ്ട് 60,000. ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. ആ ഡിഫറൻസ് എമൗണ്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു 4,62,000. അതർ ഐറ്റംസ് വേറെ ഒന്നുമില്ല, അതുകൊണ്ട് അതും നില്ലാണ്. സോ ഫസ്റ്റ് സെഷൻ ടോട്ടൽ 14,49,750. ഇത് ഈ ഒരു സെഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഒരു എക്സ്ട്രാ നമ്മൾ പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ വരുന്നതാണ്. കൂടാതെ എസ്റ്റിമേറ്റഡ് ലോസസ്, അതായത് നമുക്ക് റിയലൈസ് ചെയ്തപ്പോൾ കുറച്ച് എമൗണ്ട് ആണ് റിയലൈസ് ചെയ്തിട്ടുള്ളെങ്കിൽ അങ്ങനത്തെ ഉള്ള ഐറ്റംസും നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എസ്റ്റിമേറ്റഡ് ലോസസ് നൗ റിട്ടേൺ ഓഫ്, അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ദെൻ ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി ഓർ കോൺട്രിബ്യൂട്ടിംഗ് ടു സർപ്ലസ് ആണ് അടുത്തത്. എക്സസ് ഓഫ് അസറ്റ് ഓവർ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി, ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവ് പറയുന്നുണ്ട് ദാറ്റ് 1 lakh. നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് 4,50,000 തന്നിട്ടുണ്ട്. പ്രോഫിറ്റ്സ് ആൻഡ് ഇൻകം അതർ ദാൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊന്നുമില്ല, സോ നില്ലാണ്. ദെൻ അതർ ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി, മറ്റെന്തെങ്കിലും ഐറ്റംസ് ഡെഫിഷ്യൻസിനെ കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതാണ്. അത് ലാൻഡ് റിയലൈസേഷൻ ആണ്. ലാൻഡ് റിയലൈസേഷനിൽ ഒരു 1,40,000 റുപ്പീസ് നമുക്ക് എന്താണ് റിയലൈസ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. സോ ദാറ്റ് ഇസ് 1,40,000 റുപ്പീസ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6,90,000. ഈ രണ്ടിന്റെയും ടോട്ടൽ, ഫസ്റ്റ് സെഷന്റെയും രണ്ടാമത്തെ സെഷന്റെയും ടോട്ടലിന്റെ ഡിഫറൻസ് എന്തായിരിക്കണം? നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് എച്ച് പ്രകാരമുള്ള ഡെഫിഷ്യൻസി എമൗണ്ട് തന്നെയാവണം. ദാറ്റ് ഇസ് 7,59,750 എന്ന് പറയും. സോ ഇങ്ങനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി അക്കൗണ്ട് പ്രസന്റ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ഡെഫിഷ്യൻസി അക്കൗണ്ട് അല്ലെങ്കിൽ സർപ്ലസ് അക്കൗണ്ട് നമ്മൾ പഠിച്ചു. ബാക്കിയെല്ലാം ഇനി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.